പാസ്സായി. അതെ അതെ. അത് തള്ളിക്കളഞ്ഞ് ബാക്കി എല്ലാ അജണ്ടകളും പാസ്സായതായിട്ട് കുഴപ്പമൊന്നുമില്ല. 28 പേരുണ്ട്, ഞങ്ങൾ 28 പേരുണ്ട് പാസ്സാക്കാൻ. അവർക്ക് അതിന് തയ്യാറ്. ഞാൻ ആവുന്നത് പറഞ്ഞു, മീറ്റിംഗിൽ ഇരിക്കൂ സംസാരിക്കാമെന്ന് ആവുന്നത് പറഞ്ഞു. അവർ കേൾക്കാത്തത് കൊണ്ട് അജണ്ട വായിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, അവരോട് ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നില്ലല്ലോ അവര്. അപ്പൊ ഞങ്ങൾ അജണ്ട പാസ്സായതായി പ്രഖ്യാപിച്ചു. വലിയൊരു അതിക്രമ മുടി പിടിച്ച് വലിക്കുക, ബാക്കിൽ ചെയറിൽ ഭരിക്കുന്ന പാർട്ടി പേരിടുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു തീരുമാനം. അതിൽ യാതൊരു മാറ്റമില്ല. കയ്യേറ്റം ചെയ്ത ആളുകൾക്കെതിരെ പോലീസ് പരാതി നൽകും. അതായത് നടപടി എടുക്കണം. നടപടി എടുക്കണം. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നടപടി എടുക്കാതെ പറ്റില്ല, മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. കാരണം ബാക്കിൽ വന്ന 2 CPM-ന്റെയും മുസ്ലിം ലീഗിന്റെ ആളെ എന്നെ മുടി പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് നടപടി എടുക്കുക തന്നെ വേണം. ഈ പ്രശ്നം പരിഹരിക്കാനില്ല. അജണ്ട പാസ്സായതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഒരു പ്രശ്നവുമില്ല. ഹെഡ്ഗേവാറിന്റെ പേരിൽ തന്നെ ഒരു വലിയ സംഘർഷമാണ് നടന്നത്. ഇത് പ്രശ്നം പരിഹരിക്കാനില്ല. ഇതില് ഒരു പ്രശ്നമില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് അവിടെ ആര് പേരിടണമെന്നുള്ളത്. അതൊന്നും കൗൺസിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട്. ഞങ്ങൾ ഭൂരിപക്ഷ കൗൺസിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഡോക്ടർ ഹെഡ്ഗേവറുടെ പേര് തന്നെ ഇടും അതിൽ. അതാരുണ്ടാക്കി? UDF LDF കൂടിയിട്ടല്ലേ ഉണ്ടാക്കിയത്. അത് ജനങ്ങൾ തിരിച്ചറിയട്ടെ. ജനങ്ങൾ തിരിച്ചറിയണം. ഇവിടുത്തെ പാലക്കാടൻ ജനത തിരിച്ചറിയണം ഇത്. കാരണം ഒരു ഡോക്ടർ ഹെഡ്ഗേവറുടെ പേര്, അദ്ദേഹം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് BJP ഭരിക്കുന്ന ഒരു നഗരസഭ പേരിട്ടു എന്നതിന്റെ പേരിൽ ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ജനം തിരിച്ചറിയുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിർമ്മാണ പ്രവർത്തികൾക്ക് യാതൊരു തടസ്സവുമില്ല. പാലക്കാട് നഗരസഭ സ്ഥലം കൊടുത്തു എന്നേ ഉള്ളൂ. അത് CSR ഷെയർ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ആ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് പേര് ഡോക്ടർ ഹെഡ്ഗേവറുടെ പേര് തന്നെ ആയിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. സ്വാതന്ത്ര്യ സമരത്തിന്റെ സേനാനികളുടെ പേര് മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ പല പേരുകളും ഉയർന്നു വന്നിട്ടില്ലേ? CPM ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് എന്തെല്ലാം പേരുകൾ ഇടുന്നുണ്ട്. UDF-ന്റെ കാലത്ത് എന്തൊക്കെ പേരുകൾ ഇട്ടിട്ടുണ്ട്. പാലക്കാട് നഗരസഭ ഭരിക്കുന്നുണ്ടെങ്കിൽ, BJP ഭരിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഹെഡ്ഗേവറുടെ പേരിൽ തന്നെ ആ ബഡ്സ് സ്കൂള്, ആ സ്ഥാപനം അവിടെ നിലനിൽക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സേനാനികളുടെ പേരുകൾ മാത്രമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ പേരുകൾ ഒരുപാട് പരിശോധിക്കേണ്ടി വരും. ഇവിടെ അത്തരത്തിലുള്ള പേരുകളെല്ലാം മാറ്റേണ്ടി വരും. എന്തായാലും നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നത് പേരിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ ഈ തീരുമാനമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇതിനകത്തുള്ള ആളുകളെ, കൗൺസിലർമാരെ എല്ലാം തന്നെ, പ്രതിപക്ഷ കൗൺസിലർമാരെ എല്ലാം തന്നെ ഇപ്പോൾ അകത്ത് നിന്ന് ഈ ചെയർപേഴ്സന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ചെയർപേഴ്സന്റെ മുറിക്ക് പുറത്ത് പ്രതിപക്ഷ കൗൺസിലർമാർ അകത്തേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ കൂടുതൽ പോലീസ് ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഓരോ ആളുകളെയും മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു സംഘർഷ സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഓരോ പ്രതിപക്ഷ കൗൺസിലർമാരും ഭരണപക്ഷ കൗൺസിലർമാരും പരസ്പരം അടിക്കുന്ന, അതായത് ശരിക്കും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പരസ്പരം വനിതാ കൗൺസിലർമാരും അതോടൊപ്പം തന്നെ മറ്റ് കൗൺസിലർമാരും എല്ലാം പരസ്പരം അടിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് നഗരസഭ നിങ്ങൾ നോക്കി നിൽക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. പോലീസുകാർ നോക്കി നിൽക്കരുത്. എന്നെ ഇത്ര നേരം ഇവിടെ മുടി പിടിച്ച് വലിച്ചോണ്ടാണ് ഇവിടെ നിന്നത്. നിങ്ങൾ എല്ലാവരും നോക്കി നിന്നു. അതിൽ വലിയൊരു പ്രതിഷേധം തന്നെയുണ്ട്. കാരണം ലീഗിന്റെയും CPM-ന്റെയും മുടി പിടിച്ച് വലിച്ചോണ്ട് നിൽക്കുക. ഞാൻ എത്ര പ്രായം ഇവരെ പിടിക്കോ എന്ന് പറയണം. എന്നിട്ട് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ എനിക്ക് മാറിയപ്പോൾ എനിക്ക് വിഷമം തോന്നാണ്. ഒരാളെ വിടുന്ന കൗൺസിലർമാരെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ചർച്ചയാണ്. അപ്പോൾ അവർ പറയുന്നത് അവരെല്ലാം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാണ്. അവർ ഈ ഹാളിൽ നിന്നും
മാറില്ല എന്നുള്ളതാണ് BJPയുടെ കൗൺസിലർമാർ പറയുന്നത്. അതോടൊപ്പം ചെയർപേഴ്സൺ പറയുന്നത് അവർക്ക് വലിയ തോതിൽ മർദ്ദനമേറ്റിട്ടുണ്ട്, അവരുടെ മുടി പ്രതിപക്ഷ കൗൺസിലർമാർ പിടിച്ചു വലിച്ചിട്ടുണ്ട്, അതിന് ആ സമയത്തൊന്നും തന്നെ പോലീസ് തക്കതായ നടപടിയെടുത്തില്ല എന്നുള്ളൊരു ആരോപണമാണ് ചെയർപേഴ്സൺ പറയുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോഴും സംഘർഷ സാധ്യത തന്നെയാണ് നിൽക്കുന്നത്. പുറത്ത് പ്രതിഷേധം ശക്തമായി തുടരുന്നു. പ്രതിപക്ഷ കൗൺസിലർമാർ പുറത്ത് ഈ ചെയർപേഴ്സന്റെ ഓഫീസിന് മുന്നിൽ പുറത്ത് നിൽക്കുന്നുണ്ട്. ചെയർപേഴ്സണുമായി ഇപ്പോൾ പോലീസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ LDFന്റെ പ്രതിഷേധവും പുറത്ത് നടക്കുന്നുണ്ട്. CPMന്റെ ഉപരോധം ധർണ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭ ഓഫീസിന് പുറത്ത് CPMന്റെ ധർണ നടക്കുന്നുണ്ട്. അതോടൊപ്പം UDFന്റെയും കോൺഗ്രസിന്റെയും അതോടൊപ്പം എല്ലാം തന്നെ വലിയ കയ്യാങ്കളിയാണ് പാലക്കാട് നഗരസഭയിൽ നടന്നത്. അതേസമയം ആ പ്രമേയം പാസാക്കിയെന്നും നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ നൽകും എന്നും പ്രമീള പറഞ്ഞു. പ്രമീള ശശിധരന് നേരെയും ആക്രമണമുണ്ടായി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നഗരസഭ ചെയർപേഴ്സണാണ് പ്രമീള ശശിധരൻ. അവർക്കെതിരെയും ആക്രമണമുണ്ടായി, മുടിയിൽ പിടിച്ച് വലിച്ചു, എന്നിട്ടും പോലീസ് ഇടപെട്ടില്ല. അതിൽ വിഷമവും സങ്കടവുമുണ്ട് എന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്ത് പ്രതിഷേധമുണ്ടായാലും ഈ പേരുമായി മുന്നോട്ടു പോകും. ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേര് തന്നെ നൽകും. കാരണം പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് RSS സ്ഥാപകന്റെ പേര് ഇടുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പ്രമീള പറയുകയാണ്. പ്രമീള ശശിധരൻ പറയുന്നു.